ഭ്രാന്തന്മാരോട് എന്താ ചെയ്യുന്ന രാവിലെ? ഓ അതെ അതെ, അമ്മ കഴിച്ചിട്ട് പോയായിരുന്നല്ലോ. അമ്മേതാ ഭ്രാന്താന്ന് വിളിച്ചമ്മ. നമ്മള് ഇന്ന് അവധി ദിവസമാണ്, അതുകൊണ്ട് കുറച്ച് നേരം ഇവിടെ കിടന്ന് ഉറങ്ങി. എന്തായാലും അമ്മ രാവിലെ കുറച്ചുകൂടെ നേരത്തെ ഫുഡൊക്കെ കഴിച്ചു. നമ്മള് എണീറ്റ് അടുത്തതാ ദോശയും സാമ്പാറും. എല്ലാവരും നമ്മളെ വീഡിയോസ് കാണുന്ന പലരും കമന്റ് ഇട്ട് ചോദിക്കാറുണ്ട്, നിങ്ങളെ വീട്ടിൽ വെപ്പും കുടിയൊന്നും ഇല്ലേ എന്ന് ചോദിക്കാറുണ്ട്. നമുക്ക് വെപ്പും ഉണ്ട് കുടിയും ഉണ്ട് ഗൈസ്. നമ്മൾ ദോശയും സാമ്പാറും കഴിക്കുന്നു അല്ലേ? എവിടെ പോണെന്ന് ചെയ്യാ പറഞ്ഞ? വണ്ടർല. എന്തും കേട്ടില്ല. അപ്പൊ നിങ്ങൾ രണ്ടുപേരുടെ വണ്ടർലേ പോകും? നമ്മൾ രണ്ടുപേരും അല്ല, വേണം അല്ലേ? എങ്ങനെ പോകും? ട്രെയിനിൽ പോവാന്നാണ് കൊച്ചു പറയുന്നത് അല്ലേ? ട്രെയിനിൽ പോകുന്ന കേസാണ് പറയുന്നത്. ഫുഡ് കഴിച്ച് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയി ജിമ്മിലേക്ക്. ഇന്ന് നമ്മൾ ഇത്തിരി താമസിച്ചാണ് പോയത്, അതായത് നമ്മുടെ റെഗുലർ ടൈം അല്ലേ? നമ്മളൊരു 11:30-12 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ജിമ്മിലെത്തി. അങ്ങനെ വളരെ സന്തോഷത്തിൽ ചാടിത്തുള്ളി ചെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളുടെ ലെഗ് ഡേ ആണെന്ന്. അപ്പോൾ അങ്ങനെ ഇന്ന് ലെഗിന്റെ വർക്കൗട്ട് ആയിരുന്നു. കുറെ ഉണ്ടായിരുന്നു, എല്ലാം ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. അങ്ങനെ കുറെ ലെഗ് വർക്കൗട്ട് ചെയ്തു. കാലാവധിയില്ലാത്തവനാണ്, ദൈവത്തെ ഓർത്ത് എന്തെങ്കിലും തരണേ അമ്മ. അമ്മോ അമ്മ അമ്മ അമ്മ. ട്രെഡ്മില്ലിൽ ഡാൻസ് കളിക്കാനല്ല പറഞ്ഞു വിട്ടത്. അതെ, ഇന്നലെ എഡിറ്റ് ചെയ്ത സമയത്ത് നൈസിന് വെയിറ്റ് നോക്കി വെട്ടി അങ്ങ് എറിഞ്ഞില്ല എന്നെ, അറിയാത്ത പോലെ. അതെ അതെ, ആ ഇനി നമ്മൾ വെയിറ്റ് നോക്കാം. അതെ, വെയിറ്റ് നോക്കാൻ പോവുകയാണ് ഗൈസ്. അല്ല നീ നോക്കിട്ട് ഞാൻ നോക്കാം. എത്രയാണ് നീ സ്റ്റാർട്ട് ചെയ്ത്? എത്രയാണ്? 17 സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ എത്രയാണെന്ന് നോക്കട്ടെ. ആ ഇറങ്ങി പോരെ. 66.7, അതായത് 3 കിലോ 300 ഗ്രാം തരാൻ പോവാണ്. 85.6. ഇന്നലെ നോക്കിയപ്പോ 86 സംതിങ് ഇല്ലായിരുന്നു. 85.3 ആയിരുന്നു. ഇന്നലെ 5 കിലോ, ഏകദേശം 5 കിലോ. ഞാൻ കുറെ വെള്ളം കുടിച്ചാണ്, അതുകൊണ്ടായിരിക്കും കൂടി. എന്നാലും 85.3. 85.6 വെച്ച് കൂട്ടി എത്ര കിലോ പറഞ്ഞു? 5 കിലോ. 4.4 6 4,700 കൊടുത്തു. 5 കിലോ. അപ്പൊ ഒരു മാസം കൊണ്ട് 5 കിലോ. ഞാൻ ഒരു മാസം കൊണ്ട് 3.5 കിലോ. കുഴപ്പമില്ല, ഓക്കെയാണ്. ജിമ്മിൽ നിന്ന് തിരിച്ചു വരുന്ന വഴി നമ്മൾ നേരെ പോയി സുപ്രീമിൽ പോയതിനോടനെ നേരെ നടന്നു പോകുന്ന സാലഡ് സെക്ഷനിലേക്കാണ്. ചുമ്മാ ഒന്ന് കാണാൻ എന്തിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചപ്പാത്തി എടുത്തു. പിന്നെ അവിടെ കുറെ സാധനങ്ങൾ ഇപ്പോൾ ഒന്നും എടുത്തില്ല. പുളിശ്ശേരി, സാമ്പാർ, തോരൻ, പാലൊക്കെ കാണാറുണ്ടല്ലോ, കണ്ടില്ല. അപ്പൊ എന്തായാലും പിന്നെ ഈ സാധനം നല്ലതാട്ടോ, ഈ ഇറച്ചിച്ചോറ് നല്ലതാണ് അവിടുത്തെ, നല്ല വറുത്താണ്. പിന്നെ ഇവിടെ കുറെ കറികൾ ഇരിപ്പുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ദാൽ വാങ്ങിക്കാനാണ് ചെന്നത്. അപ്പോൾ നോക്കിയപ്പോൾ ദാൽ മഖനിയാണ്. അപ്പോൾ പിന്നെ ബട്ടർ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് നമ്മളത് വാങ്ങിച്ചില്ല. നമ്മൾ പക്ഷേ ചിക്കൻ റോസ്റ്റ് വാങ്ങിച്ചു. പിന്നെ അങ്ങനെ കുറെ സ്നാക്സുകൾ ഇരിപ്പുണ്ട്. അതിൽ ഇതാണ്ട് ഈ കാണുന്ന ഇലയുടെ എൻ്റെ ഫേവറേറ്റ് ആണ്, കരിപ്പട്ടി ഇല. പറയേണ്ട കാര്യമില്ലല്ലോ, വെറൈറ്റികളാണ് ഇങ്ങനെ എപ്പോഴും ഇരിക്കുന്നത്. അതെ അതെ അതെ. അങ്ങനെ പിന്നെ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു. നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി. ഇറക്കിയപ്പോഴും എനിക്കറിയാം എൻ്റെ പൈസ കുടിച്ചോ. ഈ ഫ്ലേവർ വേണമെന്ന് പറഞ്ഞ് ബഹളമല്ലായിരുന്നു. നല്ല ടേസ്റ്റ്. പാട്ടാണോ? മതി. ഇതാണ് നമ്മൾ സുപ്രീമിൽ നിന്ന് മേടിച്ച ചിക്കൻ റോസ്റ്റ്. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അല്ലേ ഏട്ടാ? കേട്ടില്ല. എല്ലാ സാധനങ്ങളും പ്ലാസ്റ്റിക് എല്ലാം സൂക്ഷിച്ചു. പ്ലാസ്റ്റിക് എല്ലാം പ്ലാസ്റ്റിക്കിന് എന്നിട്ട് നമ്മള് എല്ലാം കാർബോണും മറ്റേ ബ്രൗൺ കളർ കവറും എല്ലാം താഴെ ഇട്ട് തീ വെച്ച് നശിച്ചു.
പിന്നെ അമ്മയ്ക്ക് ഒരു റൊട്ടീൻ ചെക്കപ്പ് ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ജി ക്ലിനിക്കിൽ പോയി. ക്ലിനിക്ക് നമ്മുടെ ജസ്റ്റ് നമ്മൾ താമസിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് തന്നെയാണ്, കുളത്തൂർ തന്നെയാണ്. അപ്പോൾ അവിടെ പോയി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സിയെയും എന്തെങ്കിലുമൊക്കെ കാര്യമുണ്ടെന്നുണ്ടെങ്കിലൊക്കെ ഞങ്ങൾ അവിടെ തന്നെയാണ് പോകുന്നത്. ഡോക്ടർ കൺസൾട്ടേഷൻ നടക്കുന്നു. അവിടെ സിയെ അവളുടെ വക ടൈം പാസുകൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ഇഞ്ചക്ഷൻ വേണമെന്ന് പറയട്ടെ, നമുക്കൊരു ഒരു ഇഞ്ചക്ഷൻ ഒന്നും കൊടുക്കാൻ ഇറങ്ങി. ഞങ്ങളെന്തായാലും ജിയുടെ ആളുകളാണ്. സിയെ ജനിച്ചതും എല്ലാം അച്ഛൻ്റെ ട്രീറ്റ്മെൻറ്റ് നടന്നതും അമ്മയുടെ സർജറി നടന്നതും എല്ലാം ജിയിലാണ്. അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ നമുക്കൊരു ജി ക്ലിനിക്കും കിട്ടി. അങ്ങനെ നമ്മൾ ഹാപ്പിയാണ്. അതെ. അപ്പൊ എവിടെയാ പോണേക്ക്? അടുത്തൊരു സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. എവിടെയാണ് പോകുന്നതെന്ന് വെച്ചാൽ 2 ദിവസമായി സിനിമ കാണണമെന്ന് വിചാരിച്ചിട്ട് അതെ ഐഡന്റിറ്റി സിനിമ കാണാനായിട്ട് പോവുകയാണ്. അപ്പൊ ഇന്നലെ നോക്കിയപ്പോ ടിക്കറ്റ് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ രണ്ടുപേരും മാത്രമേ പോകുന്നുള്ളൂ. കാര്യം അമ്മ കൈ ഒഴിഞ്ഞ് അമ്മ പറഞ്ഞ് അമ്മയ്ക്ക് ഓൾറെഡി ബിപിയുടെ മരുന്നും കഴിച്ചിരിക്കുകയാണ്. കോമഡി എങ്ങനെയായിരുന്നു പിന്നെ കുഴപ്പം. ഇനിയിപ്പോൾ അടുത്തൊരു കോമഡി പടം വരുമ്പോഴേ അമ്മയും കൊണ്ട് പോകും. പിന്നെ അമ്മയ്ക്ക് ഈ പറഞ്ഞ സൗണ്ടും ഒത്തിരി ഡിസ്റ്റർബൻസ് ഉണ്ട് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് സിയെ കൂട്ടാക്കിയിട്ട് ഞങ്ങൾ പോയേക്കാണ്. നമ്മൾ പോകുന്നത് ഗ്രീൻഫീൽഡിലാണ് പോകുന്നത്. അതെ, ചുരുക്കി പറഞ്ഞാൽ ഇന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അല്ലേ? ഇവിടെ ഈ മറൈൻ്റെ എന്തോ നടക്കുന്നുണ്ടായിരുന്നല്ലോ. അതുണ്ടായിരുന്നു കഴക്കൂട്ടത്ത് ഭാവനയായിരുന്നു അന്ന് മറൈൻ വേൾഡ് നമ്മുടെ ഹരിത പറയുന്നുണ്ട് നല്ല തിരക്കുണ്ടെന്ന് പറയുന്നത്. നല്ല തിരക്കുണ്ട്. ഈ പറഞ്ഞ വെക്കേഷനോടൊക്കെ ആയിരുന്നുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ഇനിയിപ്പോ അപ്പൊ നമ്മള് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ്. ഗ്രീൻഫീൽഡ് അധികം ദൂരമില്ല, നമ്മൾ ഇവിടുന്ന് ഒരു 5 മിനിറ്റ് അത്ര ദൂരത്തിൽ തൊട്ടടുത്താണ്. ഞങ്ങളിവിടെ കുളത്തൂരേക്ക് താമസം മാറിയതിന് ശേഷമാണ് നമ്മൾ ആദ്യമായിട്ട് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ അല്ലേ? അതെ. അനുവൊക്കെ എപ്പോഴും ഗ്രീൻഫീൽഡിൽ വരാറുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ വന്നതിന് ശേഷം പോയത്. പിന്നെ അതിന് ശേഷം നമ്മൾ പിന്നെ സ്ഥിരമായിട്ട് പോവാറുണ്ട്. അടുത്താണ്, അതുകൊണ്ട് തന്നെ. ആരാണാ പോണത്? ജോസ് പ്രകാശ്. ഇവിടെ ഇതിലാണ് അപ്പുറത്തോടാണ്. ഇത് തന്നെയല്ലേ? ഇങ്ങനെ അല്ലേ? നീ നൈസല്ലേ? വീഡിയോ പറഞ്ഞു നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ എന്തായാലും സിനിമ തുടങ്ങി, സിനിമ കഴിഞ്ഞു. പടം നല്ലൊരു പടമായിരുന്നു അല്ലേ? അത് കഴിഞ്ഞ് നമ്മളിതേ നേരെ നമ്മുടെ അളിയൻസിലേക്ക് പോയി. അവിടെ നമുക്ക് ഇന്ന് ഡാൻസ് പ്രാക്ടീസ് ഉണ്ടായിരുന്നു. കുറേ നാളിന് ശേഷമാണ് ഇന്നിപ്പോ വരുന്നത്. അതെ, അപ്പൊ അതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ.